സപ്പേസച്ചാൽ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ കടയിൽ നിന്ന് പുതിയത് വാങ്ങുന്നവർ എന്നും പറയുന്ന ഒരു കാര്യമാണ്, അത് മെരുക്കിയെടുക്കാൻ അറിയത്തില്ല എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ദോശക്കല്ല് കടയിൽ നിന്ന് ഇതുപോലെ എണ്ണം വാങ്ങിയിട്ട് ഒരു 2 ദിവസം സാധാ നെയ്യിൽ, എണ്ണ നെയ്യിലും ആയാൽ മതി, നെയ്യ് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ആ ദോശക്കല്ല് ചൂടാക്കണം. നന്നായി ദോശക്കല്ല് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നന്നായി കഴുകിയതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് ഗ്യാസേലോ അടുപ്പേലോ വെച്ച് ചൂടായിട്ട് അവിടെ വെച്ചേക്കണം. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ എണ്ണ പുരട്ടിയിട്ട് ആ നെയ്യൊക്കെ കഴുകിക്കളയണം. എന്നിട്ട് വീണ്ടും ദോശക്കല്ല് അടുപ്പേലോട്ട് ദോശ ചൂടാൻ നേരത്ത് നമ്മൾ വെച്ചിട്ട് എണ്ണ ഇതുപോലെ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് നമ്മൾ ദോശക്കല്ല് ചൂടായതിന് ശേഷം ദോശ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 2 ദിവസമേ ഞാനിത് വെച്ചുള്ളായിരുന്നു മെരുക്കാനായിട്ട്. അതാണ് നിങ്ങളോടും കൂടെ ആ വീഡിയോ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എണ്ണ തൂക്കാനായിട്ട് നമുക്കൊരു ബോട്ടിൽ വേണമെങ്കിൽ, മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, വെറും 90 രൂപയേ ഉള്ളൂ. ഇതിനകത്ത് ഭരണിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് അടച്ച് ഉപയോഗിച്ചതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കനപ്പോ ഒന്നും ഉണ്ടാകത്തില്ല. ഇതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് തൂത്ത് കൊടുക്കാം. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. നല്ലതാണ്, എനിക്ക് യൂസ്ഫുള്ളായിരുന്നു. നല്ല അടിപൊളി പ്രൊഡക്റ്റാണത്. അപ്പോൾ ഇതേ നമ്മൾ ദോശ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് മറിച്ച് കൊടുക്കാം. ഇത് കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് ദോശ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചീനിച്ചട്ടിയാണേലും നമ്മുടെ ദോശക്കല്ലൊക്കെ മെരുക്കിയെടുക്കുന്നത്. മിക്കവർക്കും തന്നെ അറിയാമെന്നാണ് തോന്നുന്നത്. എന്നാലും ഇപ്പോഴത്തെ പുതുതലമുറകൾക്കൊന്നും ഇങ്ങനത്തെ ടിപ്പൊന്നും അറിയണമെന്നില്ല. ചിലർ പണ്ടൊക്കെ ഉള്ളവർ ചേമ്പൊക്കെ വാട്ടിയാൽ മതി എന്നൊക്കെ പറയും ചീനിച്ചട്ടിയൊക്കെ മെഴുക്കാനായിട്ട്. അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ദോശ അങ്ങ് എടുത്തേക്കാം. ഇതാണ് നമ്മുടെ ദോശയുടെ ഫൈനൽ ലുക്ക്. ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്, ദോശയും സമ്മന്തിയുമാണിന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.